കണ്ണൂർ മാടായിയിലെ വാദിഹുദ സ്കൂളിൽ മാനേജ്മെന്റിനെതിരെ ബി.ജെ.പി. സ്കൂളിന്റെ കൈവശമുള്ള ഭൂമിയിൽ പകുതിയിലധികവും ദേവസ്വം ഭൂമി കയ്യേറി എന്നാണ് ആരോപണം. എന്നാൽ ബി.ജെ.പിയുടെ വാദം അടിസ്ഥാനരഹിതമാണെന്നും നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്നും സ്കൂൾ മാനേജ്മെന്റ് പ്രതികരിച്ചു. ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രണത്തിലുള്ള വാദിഹുദ സ്കൂൾ മാനേജ്മെന്റിനെതിരെയാണ് ബി.ജെ.പിയുടെ ഗുരുതരമായ ആരോപണം. ദേവസ്വം ഭൂമിയായ മാടായിപ്പാറയിലെ 3 ഏക്കർ സ്ഥലം കയ്യേറിയെന്നാണ് കണ്ടെത്തൽ. നേരത്തെ ചിറക്കൽ തമ്പുരാനിൽ നിന്ന് പിടാരർ സമുദായക്കാർക്ക് കിട്ടിയ സ്ഥലം വാദിഹുദ മാനേജ്മെന്റ് വാങ്ങിക്കുമ്പോൾ 3 ഏക്കർ മാത്രമായിരുന്നു. എന്നാൽ ഇതിപ്പോൾ 6 ഏക്കർ സ്ഥലമായി മാറി. ഇതിൽ ദേവസ്വത്തിന്റെയും ഗവൺമെന്റിന്റെയും സ്ഥലമുണ്ട്. കയ്യേറിയ ഭൂമി ദേവസ്വം ബോർഡ് തിരിച്ചുപിടിക്കാൻ തയ്യാറാകണമെന്ന് ബി.ജെ.പി. കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് കുമാർ ആവശ്യപ്പെട്ടു. വാദിഹുദ സ്കൂളിനകത്ത് അവർക്ക് ഈ 3 ഏക്കറിലധികം സ്ഥലം, ആ സ്ഥലങ്ങൾക്ക് പൂർണ്ണമായും രേഖകളുണ്ടെങ്കിൽ അവർ പ്രസിദ്ധപ്പെടുത്തട്ടെ. നാളിതുവരെ അവർ പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല. പല ആളുകൾ ആവശ്യപ്പെട്ടതാണ്. മാടായി സംരക്ഷണ സമിതി നടത്തുന്ന നിരവധി പ്രക്ഷോഭങ്ങളുണ്ട്. നോക്കൂ, ഈ ദേവസ്വത്തിൻ്റെ ഈ സ്ഥലം വാദിഹുദ സ്കൂളിലേക്ക് ഇന്ന് പോകുന്നൊരു റോഡുണ്ട്. ആ റോഡ് ഒരു രാത്രി കൊണ്ടാണ് അവർ മെറ്റൽ ചെയ്തത്. പൂർണ്ണമായും ദേവസ്വത്തിൻ്റെ സ്ഥലമാണ്. കാലാകാലം മാടായിപ്പാറ പൂരോത്സവത്തിൻ്റെ എഴുന്നള്ളിപ്പ് നടന്നു വരുന്ന റൂട്ടാണത്. ആ സ്ഥലം റോഡ് ആക്കുകയും അത് ഒരു രാത്രി കൊണ്ട് വാദിഹുദ സ്കൂളിലേക്ക് ടാർ ചെയ്ത് അവരുടെ സ്വന്തമാക്കി മാറ്റി. എന്നാൽ ബി.ജെ.പിയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ വാദം. ദേവസ്വത്തിന് ഈ സ്ഥലവുമായി യാതൊരു ബന്ധവുമില്ല. 1980-ൽ ഈസ അബ്ദുറഹ്മാൻ സേട്ടിന്റെ കയ്യിൽ നിന്ന് വില കൊടുത്ത് ഭൂമി വാങ്ങിയത് ഒറ്റരേഖയായി 5 ഏക്കർ 77 സെന്റ് സ്ഥലമാണ്. ഈ ഭൂമി മാത്രമാണ് സ്കൂളിന്റെ കൈവശമുള്ളത്. മാടായി വില്ലേജ് ഓഫീസ് രേഖകൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. അതുകൊണ്ട് ബി.ജെ.പിയുടെ ഇത്തരം ആരോപണങ്ങളെ മുഖവിലക്കെടുക്കുന്നില്ലെന്നും വാദിഹുദ ഗ്രൂപ്പ് ജനറൽ സെക്രട്ടറി ഫറൂഖ് ഉസ്മാൻ പറഞ്ഞു. വലിയ വളപ്പിൽ കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ 1925 മുതൽ കൈവശം വെച്ച് വരുന്ന സ്ഥലമാണിത്. 1925-ൽ വലിയ വളപ്പിൽ കൃഷ്ണനും അത് 1961-ൽ ഈസ അബ്ദുറഹ്മാൻ സേട്ടും കൈവശം വെച്ചത് 1980-ലാണ് ഒന്നിച്ച് വാദിഹുദ വാങ്ങിക്കുന്നത്. കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മാടായി സ്കൂൾ ഗ്രൗണ്ട്, ആ ഗ്രൗണ്ട് 1951-ലാണ് അവർക്ക് ലഭിക്കുന്നത് ദാനമായിട്ട്. അങ്ങനെ ലഭിക്കുന്ന സമയത്ത് ആ രേഖയിൽ, അവരുടെ രേഖയിൽ പടിഞ്ഞാറുള്ള അതിരായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ കിടങ്ങിനെക്കുറിച്ച് തന്നെയാണ്, ഈ മതിൽക്കെട്ടിനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മാടായി സ്കൂളിൻ്റെ രേഖയിലും വളരെ കൃത്യമായി ഈ ബൗണ്ടറിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ആരോപണങ്ങളെ നമുക്ക് മുഖവിലക്കെടുക്കേണ്ട ആവശ്യമില്ല. നിയമപരമായി അത് നിലനിൽക്കുന്നതുമല്ല. ഇതിനിടെ സ്കൂൾ മാനേജ്മെന്റിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കാനാണ് ബി.ജെ.പിയുടെ തീരുമാനം. നാളെ 11 മണിക്ക് സ്കൂളിലേക്ക് നടക്കുന്ന പ്രതിഷേധ മാർച്ച് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് ഉദ്ഘാടനം ചെയ്യും. സുമേഷ് മൊറാഴ, ന്യൂസ് 18 കണ്ണൂർ.